ഏഞ്ചൽസ് കത്തിയമരുകയാണ്. കൃത്യമായ കാരണം കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുപോലും നിയന്ത്രിക്കാനാവുന്നില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നിനെ അക്ഷരാർത്ഥത്തിൽ തീ തിന്നുകയാണ്. 10,000-കണക്കിന് ഏക്കർ സ്ഥലം ഇതിനോടകം കത്തിയമർന്നു. നിരവധി പേർ മരിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഹോളിവുഡിലെ ഉന്നതരായ സെലിബ്രിറ്റികൾ അടക്കമുള്ള നിരവധി പേരുടെ ആയുഷ്കാല സമ്പാദ്യം വെന്ത് വെണ്ണീരായി. ജനുവരി 7 ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ പടർന്നു പിടിക്കുകയാണ്. ലോകരാജ്യങ്ങളാകെ ഭീതിയോടെ ലോസ് ഏഞ്ചൽസിനെ നോക്കുന്നു. അതിനിടെ അമേരിക്കയിലെ ഈ കാട്ടുതീയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ. എന്താണ് ലോസ് ഏഞ്ചൽസിൽ സംഭവിക്കുന്നത്? അമേരിക്കയിലെ ഈ രണ്ടാമത്തെ വലിയ നഗരത്തിൽ പടരുന്ന കാട്ടുതീക്ക് എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഈ കാട്ടുതീ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? ആരാണ് ഈ കാട്ടുതീയെ ആഘോഷിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. കാലിഫോർണിയ സംസ്ഥാനത്തിന് കാട്ടുതീകൾ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ വരണ്ട പ്രദേശങ്ങളിലൊന്നാണ് കാലിഫോർണിയയും അവിടുത്തെ വലിയ നഗരത്തിലൊന്നാണ് ലോസ് ഏഞ്ചൽസും. മുൻകാലങ്ങളിൽ വിവിധ വർഷങ്ങളിൽ ലോസ് ഏഞ്ചൽസിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. കാലിഫോർണിയയിൽ കാട്ടുതീ സീസൺ സാധാരണയായി വേനൽക്കാലമായ ജൂണിൽ ആരംഭിച്ച് ഒക്ടോബർ വരെയാണ് ഉണ്ടാവുക. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയായിരിക്കും ഈ സമയത്ത് അവിടെ ഉണ്ടാവുക. വർഷാവസാനത്തോടെ മഴക്കാലവും പിന്നീട് ശൈത്യകാലവും ആരംഭിക്കും. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി കാലിഫോർണിയയിലെ ശൈത്യകാലമായ ജനുവരിയിലാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിനുള്ള പ്രധാന കാരണം. 2021 കാട്ടുതീക്ക് ശേഷം കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി കൂടുതൽ ആർദ്രതയുള്ള കാലാവസ്ഥയാണ് കാലിഫോർണിയയിൽ ഉണ്ടായത്. ഇത് കാരണം കാലിഫോർണിയയിലും പരിസര പ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായി വന്നു. എന്നാൽ 2024-25 കാലഘട്ടത്തിൽ സാധാരണ രീതിയിൽ ലഭിക്കുന്ന മഴയോ മഞ്ഞ് വീഴ്ചയോ ഉണ്ടായില്ല. റെക്കോർഡ് ബ്രേക്കിംഗ് താപനിലയും കൊടും ചൂടും ഉണ്ടാവുകയും ചെയ്തു. സ്വാഭാവികമായി ഈ മരങ്ങളും ചെടികളും ഒക്കെ ഉണങ്ങി നിൽക്കുകയായിരുന്നു. ജനുവരി 7 ലോസ് ഏഞ്ചൽസിലെ വിവിധ ഭാഗങ്ങളിൽ തീ പടർന്നു പിടിച്ചു തുടങ്ങിയത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇപ്പോഴത്തെ ഈ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ലോസ് ഏഞ്ചൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാടിനോട് ചേർന്ന പ്രദേശത്ത് നഗരം സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. ഇതിലൂടെ കാട്ടുതീ ഉണ്ടാവുന്നതിന് പിന്നാലെ എളുപ്പത്തിൽ നഗരത്തിലേക്കും കെട്ടിടങ്ങളിലുമൊക്കെ ഈ തീ പടരും. കാട്ടുതീ കത്തിപ്പിടിച്ചു തുടങ്ങിയത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അതിനൊരു വ്യക്തമായ ഉത്തരം നൽകാൻ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ മാറ്റമാണ് തീ പിടിക്കാനും പടരാനും കാരണമായതെങ്കിലും തീ എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നോ എങ്ങനെയാണ് പടർന്നതെന്നോ ഇതിനെപ്പറ്റിയുള്ള ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. 2021 കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീയുടെ പ്രധാന കാരണം ഇടിമിന്നൽ കാരണമുണ്ടായ സ്പാർക്കിൽ നിന്ന് തീ പടർന്നതായിരുന്നു. എന്നാൽ നിലവിലെ തീപിടുത്തത്തിൽ ഇടിമിന്നലിന്റെ സാധ്യതയൊക്കെ അധികൃതർ തള്ളിക്കളയുന്നുണ്ട്. പ്രചരിക്കുന്ന മറ്റൊരു ആരോപണം ഹോളിവുഡ് ഹിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശത്ത് ഒരു വ്യക്തി പെട്രോൾ ഒഴിച്ച് തീ ഉണ്ടാക്കുകയും ഇത് പടർന്ന് കാട്ടുതീയായി മാറിയെന്നതുമാണ്. CNBC പോലുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കോൺസ്പൈറസി തിയറിയും ലോസ് ഏഞ്ചൽസിലെ ഈ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രദേശത്തെ തീപിടുത്തം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും 2030 വരാനിരിക്കുന്ന AI സ്മാർട്ട് സിറ്റിക്കായി സ്ഥലം ഒഴിപ്പിക്കുന്നതിനായിട്ടാണ് തീപിടുത്തം നിർമ്മിച്ചതെന്നൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. തീപിടുത്തത്തിന്റെ കാരണം എന്തുതന്നെ ആയാലും ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടും എന്തുകൊണ്ടാണ് അമേരിക്ക പോലൊരു വികസിത രാജ്യത്തിന് ഈ തീ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? തീ പടർന്നു പിടിച്ച സ്ഥലങ്ങളിൽ പലതും ജനവാസ കേന്ദ്രങ്ങളാണ്. ഒരു കെട്ടിടത്തിൽ തീ പിടിച്ചാൽ വളരെ എളുപ്പത്തിൽ മറ്റ് കെട്ടിടങ്ങളിലേക്കും തീ എളുപ്പത്തിൽ പടർന്നു പിടിക്കും. പ്രദേശം മൊത്തം ഡ്രൈലാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിന് ശക്തി കൂടും. ഫയർഫോഴ്സിന്റെ വിമാനങ്ങൾ വെള്ളം എത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിലാണ് സാന്റാന കാറ്റ് വീശുന്നത്. തീപിടുത്തം കാരണം ഇതിനോടകം ചൂട് കാറ്റായി സാന്റാന മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായി വിമാനം പറപ്പിക്കാനുള്ള അന്തരീക്ഷ സാഹചര്യം ഇപ്പോഴുണ്ടാവുന്നില്ല. മാത്രമല്ല മറ്റൊന്ന് റോഡ് മാർഗമുള്ള അഗ്നിശമന മാർഗങ്ങളാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളെ പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. പലരും സ്വന്തം വണ്ടിയിലാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ വാഹനങ്ങളെല്ലാം ഒന്നിച്ച് റോഡിലെത്തിയതോടെ വലിയ ട്രാഫിക് ജാം രൂപപ്പെടുന്നുണ്ട്. പലരും വാഹനങ്ങൾ റോഡിൽ ഉപേക്ഷിച്ച് നടന്നു ഓടിയൊക്കെയാണ് രക്ഷപ്പെടുന്നത്. സ്വാഭാവികമായി റോഡ് മാർഗം തീപിടുത്തമുള്ള ഏരിയയിലേക്ക് എത്താൻ അഗ്നിശമന സേനയും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നിലവിലെ തീ നിയന്ത്രണ വിധേയമാക്കിയാലും ഗുരുതര പ്രശ്നങ്ങൾ ഇനിയും ലോസ് ഏഞ്ചൽസ് നേരിടേണ്ടി വരും. ഒന്ന്, പ്രദേശത്ത് വേനൽക്കാലം അടുത്ത ജൂണിൽ ആരംഭിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ.
മറ്റൊന്ന്, ഇനി മഴ പെയ്താൽ തീപിടുത്തം മൂലമുണ്ടായ കരിയും മറ്റ് അവശിഷ്ടങ്ങളും നഗരത്തെ കൂടുതൽ പ്രശ്നബാധിതമാക്കും. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട്. നിലവിൽ $1 ബില്യൺ നഷ്ടമാണ് ലോസ് ഏഞ്ചൽസിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ കൂടിയാണ് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയെ ആഘോഷിക്കുന്നവരും നമുക്കിടയിൽ ഉണ്ടാകുന്നത്. അമേരിക്കയിൽ കാട്ടുതീ ഉണ്ടായത് നല്ലതാണെന്നും കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടങ്ങളിൽ ഉണ്ടാവണമെന്നും പറയുന്നവരുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ നിലപാടുകളോട് വിയോജിപ്പുള്ളവരായിരിക്കും ചിലർ. എന്നാൽ അമേരിക്ക നേരിടുന്ന ഈ ഗുരുതര പ്രശ്നത്തിൽ സന്തോഷവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരം ആൾക്കാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിച്ചിരിക്കുന്ന ലോസ് ഏഞ്ചൽസിലെ ഇപ്പോഴത്തെ കാട്ടുതീ ഒരു സൂചനയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന സൂചന. ആ സൂചനയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ഇപ്പോൾ വേണ്ടത്.